student comes out of the school, high school, he comes with 2 certificates. One is that he is qualified 10+2. Another certificate, he has got a skill certificate. Imagine. Okay? He is employable. The National Education Policy 2020. Education to the state subject. Let state governments Review decide its implementation and align. Where is the middle ground here, sir? Vision of Viksit Bharat. 2020 NEP അതായത് കേന്ദ്ര സർക്കാർ പുതിയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചു. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, എല്ലാവരിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ്, അതോടൊപ്പം തന്നെ സ്കിൽഡ് ബേസ്ഡ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് തന്നെ ഗവൺമെന്റ് 2021 ഓൺലൈൻ ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള അംഗീകാരം നൽകി. നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് ഈ ഓൺലൈൻ ഡിഗ്രി എന്നുള്ള കൺസെപ്റ്റ് എത്തിക്കാം എന്നുള്ളൊരു ആശയം ഞങ്ങളിൽ വന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്തിരുന്ന ഒരു 10-15 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായ 4 പേര് ചേർത്തിട്ട് ഡൽഹി ആസ്ഥാനമായിട്ടാണ് നമ്മൾ IATS എന്നുള്ള സ്ഥാപനം ആരംഭിച്ചത്. IATS എന്നുള്ളത് ഏതൊരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരു സർവീസ് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയ മുതൽ മുടക്കിൽ വ്യത്യസ്തമായിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളുടെയും കോഴ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് IATS. ഒരു രാജ്യത്തിൻ്റെ എംപവർമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തിൽ തന്നെ. ഇങ്ങനെ സ്കിൽ ബേസ്ഡ് ഇത്രയധികം സാധ്യതകളുണ്ട്. പല കോഴ്സുകളും ഡിഗ്രിയോടുകൂടി സ്കില്ല് ബ്ലെൻഡ് ചെയ്ത് പോകാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് പരാജയപ്പെട്ടവർക്ക് ഇനി ലോകത്ത് ഒരു സാധ്യതയും അല്ലെങ്കിൽ പഠിക്കാൻ ഒരു അവസരമില്ല എന്ന് തോന്നുന്നിടത്ത് ഒരുപാട് അവസരങ്ങൾ, വാനോളം അവസരങ്ങളുണ്ട് എന്നുള്ള രൂപത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തിയത് അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓൺലൈൻ ഡിഗ്രിക്ക് അംഗീകാരം നൽകിയതോട് കൂടിയിട്ട് മുമ്പ് നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്തിരുന്ന ആളുകളായിരുന്നു നമ്മളൊക്കെ. അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരുപാട് പെയിൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒന്ന് സ്റ്റുഡൻറ്റ് ഫിസിക്കലി നമ്മൾ ഓഫീസിൽ വന്ന് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെൻറ്ററിൽ വന്ന് അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം, അതിൽ വരുന്ന ഫോട്ടോ, സർട്ടിഫിക്കറ്റ് ഒറിജിനൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഈ ഒറിജിനൽ സർട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നീട് അത് നമ്മൾ വെരിഫിക്കേഷന് കൊണ്ടുപോകണം. വെരിഫിക്കേഷന് കൊണ്ടുപോയി അത് തിരിച്ച് ID കാർഡ് ജനറേറ്റ് ചെയ്യണം. ID കാർഡ് വന്ന കുട്ടികളുടെ ബുക്സ് തന്നെ നമുക്ക് പരമാവധി പല ബുക്സും കിട്ടും. അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ എക്സാമിനേഷൻ. അപ്പോൾ അത് വലിയൊരു ജോലിയായിരുന്നു നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മേഖലയിൽ. അത് മുമ്പ് ഒരു 10-15 വർഷം ഞങ്ങൾ ചെയ്തു വന്നിരുന്നു. അപ്പോൾ NEP എഡ്യൂക്കേഷൻ ടു ഓൾ എന്നുള്ളത് ഓൺലൈൻ വിദ്യാഭ്യാസം നടപ്പിലാക്കിയതോട് കൂടിയിട്ട് ഈ പ്രോസസ്സിംഗ് ഒക്കെ ഓൺലൈനായി മാറിയപ്പോൾ ഇത് വളരെ സിമ്പിളായി. കാരണം ഇവിടെ കുട്ടി ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഡയറക്റ്റ് കുട്ടി വരേണ്ട ആവശ്യമില്ല. അഡ്മിഷൻ്റെ ഡോക്യുമെന്റ്സ് ജസ്റ്റ് ഒരു PDF അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് ആയി. വെരിഫിക്കേഷൻ ഗവൺമെന്റ് ഡിജിലോക്കർ അല്ലെങ്കിൽ നാദ് വഴി അല്ലെങ്കിൽ ABC ID വഴി അവർ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വെരിഫൈ ചെയ്ത് ID കാർഡ് കിട്ടാൻ കുട്ടി ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് വിത്തിൻ 24 hours ID കാർഡ് കിട്ടി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷനിൽ ക്ലാസ്സും കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ എക്സാമിനേഷൻ കുട്ടികളുടെ എക്സാമിനേഷൻ നടക്കുന്നത് പ്യൂർലി ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ മുമ്പ് നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പേര് തന്നെ പലപ്പോഴും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കുട്ടികളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ പോകുന്നത് എക്സാമിനേഷനായി. കാരണം വേറെ ജോലിയുള്ള ആളുകളായിരുന്നു ചെയ്തു വന്നിരുന്നത്. അപ്പോൾ എക്സാമിനേഷനുള്ള സമയത്ത് പലപ്പോഴും വിദേശത്തുള്ള ആളുകൾക്കൊന്നും ലീവ് കിട്ടൂല. അവർ ലീവിന് വരുന്ന സമയത്ത് ചിലപ്പോൾ എക്സാമിനേഷൻ മാറ്റിവെക്കുന്ന അവസരങ്ങൾ പോലും ഉണ്ടാവില്ല. ഇത് ഓൺലൈനായിട്ട് തന്നെ പരീക്ഷ നടത്തുക എന്നുള്ള സമ്പ്രദായം ലോകത്ത് എവിടെ ഇരുന്ന് നടത്തുക എന്നുള്ള സംവിധാനം വന്നതോട് കൂടിയിട്ട് കുട്ടികൾക്ക് ഇത് വലിയൊരു അവസരമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയൊരു അവസരമാണ്. കാരണം മുമ്പുണ്ടായിരുന്ന ആ ഒരു പ്രോസസ്സിങ്ങിൽ നമുക്ക് ഏകദേശം ഒരു 200-300 കുട്ടികൾ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു വർഷം ഇവരുടെ കാര്യങ്ങൾ കൊണ്ട് നടക്കാൻ നമ്മൾ അത്രയും മാൻ പവറും അത്രയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ബിവോക്ക് ഇപ്പം നമ്മൾ സ്കിൽ ബേസ്ഡ് ഡിഗ്രി നമ്മളെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമം ആരംഭിച്ചു. ബിവോക്ക് എന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം 60% ആണ് ബിവോക്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് വരുന്നത്. 40% ആണ് ഇതിൽ തിയറി വരുന്നത്.
അപ്പോൾ ഇതിലേക്ക് വേണ്ട പരമാവധി ഇൻഡസ്ട്രിയൽ ട്രെയിനേഴ്സിന്, പരമാവധി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും IITS ഇവിടെ ചെയ്യുന്നത്. കൂടാതെ അവർക്ക് വേണ്ട അക്കാദമിക് പാർട്ട്നേഴ്സിന് ടൈപ്പ് ആക്കി യൂണിവേഴ്സിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ട്രൈ പാർട്ടി എന്ന രൂപത്തിലാണ് PO കോഴ്സ് നടത്തുന്നത്. സ്കില്ലിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു സംവിധാനം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോഴ്സ് നടത്തുന്നു, അവർ തന്നെ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബോർഡ് ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന കൺസെപ്റ്റ്. ഇവിടെ ഞങ്ങളൊരു യൂണിവേഴ്സിറ്റിയുമായിട്ട് വരുമ്പോൾ ഇതൊക്കെ നടപ്പിലാവുന്ന ഒരു കാര്യമാണെന്നൊരു ഡൗട്ട്സ് പലർക്കും ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളെ സഹായിച്ചത്, ഞങ്ങൾ മുമ്പ് 10-15 വർഷം ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ബന്ധങ്ങളായിരുന്നു. 2022 ബാച്ചിൽ ഞങ്ങളുടെ സ്കിൽ ബേസിൻ്റെ BOക്കിൻ്റെ ഫസ്റ്റ് എക്സാമിനേഷൻ ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റിയുമായിട്ട് ഞങ്ങൾ നടത്തി. ഇന്ന് സ്കിൽ എഡ്യൂക്കേഷനിൽ ഏകദേശം 2025 എത്തുമ്പോൾ ഇന്ന് സ്കിൽ എഡ്യൂക്കേഷനിൽ ഏകദേശം ഒരു 12,000-ഓളം കുട്ടികൾ ഞങ്ങളിലൂടെ നിന്ന് പഠിച്ച് ഇറങ്ങുന്നുണ്ട്. നമ്മൾ പുതിയ ഡിപ്പാർട്ട്മെന്റും കൂടി നമ്മൾ 2023 ആരംഭിച്ചു, ഓപ്പൺ സ്കൂളിൽ. നമുക്ക് നമ്മുടെ നാട്ടിൽ 10th 12th ബേസിക് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരുപാട് ആളുകൾ. അപ്പോൾ ഇവരിലേക്ക് പലപ്പോഴും പല ജോലിയുള്ള ആളുകൾ ഇവരെ ഓൺലൈനിലൂടെ 10th +2 പഠിപ്പിച്ച് അവർക്ക് വാലിഡ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ച, സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകരിച്ച വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ജാമ്യ കൊടുത്തു. അലിഗഡ് എന്നുള്ള പ്രധാനമായിട്ടുള്ള 1935 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബോർഡുമായിട്ട് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തു. ഇന്ന് പാൻ ഇന്ത്യ മുഴുവനും അതിൻ്റെ ഓൺലൈൻ കോഴ്സ് ഡെലിവറി ചെയ്തു വരുന്നത് നമ്മുടെ IITS ആണ്. IITS ഇന്ന് ഏകദേശം ഒരു 8,000-ഓളം കുട്ടികളെ പാൻ ഇന്ത്യ ബേസ്ഡ് ഓപ്പൺ സ്കൂളിൽ, അതായത് നമ്മൾ 10th 12th ബേസിൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. 3 എംപ്ലോയീസ് വെച്ച് ഡൽഹി തുടങ്ങിയ നമ്മുടെ ഈ സ്ഥാപനം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏകദേശം നമ്മൾ 4 ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ഏകദേശം 400-ലധികം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഏകദേശം 6 ഓഫീസുകൾ പല സ്ഥലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് 4 വർഷത്തിനുള്ളിൽ വളർന്നു വരാൻ IITS സാധിച്ചിട്ടുണ്ട്. നമ്മളറിയാതെ പല സ്ഥാപനങ്ങളിലായിട്ട് ഏകദേശം ഒരു 4,000-ലധികം എംപ്ലോയീസ് IITS കാരണം വർക്ക് ചെയ്യുന്നു. ആക്ച്വലി നമ്മളൊരു ആഡ് ഓൺ കോഴ്സിനെ പറ്റി ചിന്തിച്ചപ്പോഴാണ് നമുക്ക് IITSനെ കുറിച്ച് അറിഞ്ഞത് തന്നെ. നല്ല ഒരു ബിസിനസ് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഇൻഫർമേഷനാണ് കൊടുത്തിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് ഇതൊക്കെ കറക്റ്റായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. നോയിഡ ആസ്ഥാനമായിട്ട് അതിനു മുമ്പ് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്തിരുന്ന കുറച്ച് ആളുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട്, കുറച്ച് IT പ്രൊഫഷൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ എട്ടെക് ഇന്നോവേറ്റ് എന്നുള്ള പേരിൽ ഒരു എട്ടെക് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് എട്ടെക് ഇന്നോവേറ്റിലൂടെയാണ് ഏകദേശം 26-ഓളം യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ അക്കാദമിക്സിന് വേണ്ടിയിട്ടുള്ള IT സപ്പോർട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഒരു വർഷം നമ്മുടെ 4 മേഖലകളിലായിട്ട് ഓപ്പൺ സ്കൂളിംഗ് ആയാലും, സ്കില്ലിലൂടെ ആയാലും, ഓൺലൈൻ ഡിഗ്രിയിലൂടെ ആയാലും, അല്ലെങ്കിൽ നമ്മുടെ BOക്ക് പുറമെ ഏകദേശം ഒരു 25,000-ലധികം കുട്ടികൾ നമ്മൾ IITSന്റെ പ്ലാറ്റ്ഫോമിലൂടെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങുന്നുണ്ട്. 2021 ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തുടങ്ങി ഞങ്ങൾ ഇന്ന് ഏകദേശം 26-ഓളം യൂണിവേഴ്സിറ്റികളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രം 500-ഓളം സ്ഥാപനങ്ങൾ ഇന്ന് IITSന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്കിൽ എഡ്യൂക്കേഷനിൽ ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ എന്നുള്ള ഒരു സാധനം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് IITS ആയിരിക്കും. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം അഡ്മിഷൻസ് ഓൺലൈൻ ഡിഗ്രിയിലേക്ക് സംഭാവന ചെയ്ത് IITSലൂടെ. ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ സ്കിൽ ബേസ്ഡ് ഡിഗ്രിക്ക് അഡ്മിഷൻ ചെയ്ത സെൻറ്റർ IITS ആയിരുന്നു. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നമ്മുടെ പോപ്പുലേഷനിൽ 14% ആളുകൾ മാത്രമേ ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രിയിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇനിയും അനന്ത സാധ്യതകൾ ഈ ഒരു പുതിയ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന് സാധ്യത നൽകുന്ന നമ്മുടെ രാജ്യത്ത് അനന്ത സാധ്യത ഒരു എഡ്യൂക്കേഷൻ മേഖലയിലുണ്ട്. അതിൽ വരുന്ന എല്ലാ മാറ്റങ്ങളോടും കൂടി ട്രാൻസ്പെറൻ്റായി IITS എന്നും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
News.